കൊട്ടിയൂർ അമ്പലത്തിലെ വൈശാഖ മഹോത്സവത്തോട് അനുബന്ധിച്ച് ഒരു സംഭവം ഉണ്ടായിരിക്കുന്നു. അവിടെ കർണാടകത്തിൽ നിന്നും വന്ന 2 മുസ്ലിമുകൾ ആദ്യമായി ബാവലിക്കെട്ട് അവരുടേതാണ് എന്ന് പറഞ്ഞ് അതിൻ്റെ ഒരു തുടക്കം കുറിച്ചിരിക്കുന്നു. 2-3 കല്ലുകൾ എടുത്തു വെച്ച് അത് സോഷ്യൽ മീഡിയയിൽ കൊടുത്ത് അവരുടെ കുടുംബത്തിൻ്റെ അവകാശമായിരുന്നു എന്ന് പറഞ്ഞ് അവകാശവാദം നടത്തുകയാണ്. വാസ്തവത്തിൽ മറ്റേതെങ്കിലും ഒരു സമുദായത്തിൻ്റെ ആഘോഷങ്ങൾക്കിടയിലാണ് ഇത് സംഭവിച്ചതെങ്കിൽ എത്രമാത്രം ബഹളങ്ങളാണ് ഉണ്ടാകുമായിരുന്നത്. ഏതായാലും അതൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അവഗണിക്കാൻ പറ്റുന്നതല്ല. കേരളത്തിൽ എല്ലാവരും ഇത് ടേക്കപ്പ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് വളരെ നല്ല കാര്യമാണ്. പക്ഷേ ഇനിയും ശ്രദ്ധയോടെ ഇരിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഇനിയും ഇത്തരം ദുരുദ്ദേശപരമായ അവകാശവാദങ്ങൾ കൊണ്ടുവന്ന് ഹൈന്ദവ ക്ഷേത്രങ്ങളിൽ അവകാശം സ്ഥാപിക്കാനായിട്ട് ഇത്തരം സംഘടനകൾ നടത്തുന്ന പ്രവർത്തനങ്ങൾ മുളയിലെ തന്നെ നുള്ളിക്കളയേണ്ടതാണ്. അതാണ് കൂടുതൽ വൈകിക്കുന്നതിലും അഭികാമ്യം. കാരണം ഇപ്പോൾ ശബരിമലയിലും എരുമേലിയിലുമൊക്കെ നടക്കുന്ന കോടിക്കണക്കിന് രൂപയുടെ വരുമാനം കിട്ടുന്ന ആ വരുമാനം യാതൊരു ഗവൺമെൻറ്റിലേക്കും കൊടുക്കാതെ കൊണ്ടുപോകുന്ന സ്ഥിതിയുണ്ട്. അത് ദേവസ്വത്തിൻ്റെ ഫണ്ടിൽ വീഴുന്ന പണം മുഴുവൻ ഗവൺമെൻറ്റിൻ്റെ അക്കൗണ്ടിലേക്ക് പോകുമ്പോൾ അതേസമയം എരുമേലിയിലും ശബരിമലയിലുമുള്ള വാവരുടെ നടയിൽ വീഴുന്ന പണം മുഴുവൻ അവർക്ക് ആണ് സ്വന്തമായി കിട്ടുന്നത്. ആ കാര്യം കൂടി നമ്മൾ പരിഗണിക്കേണ്ടിയിരിക്കുന്നു. ഇനിയും മറ്റൊരു വാവരെ സൃഷ്ടിക്കാനുള്ള അവസരം മുളയിലെ നുള്ളിക്കളയുക എന്നുള്ളതാണ് ഇതിനുള്ള പ്രതിവിധി. അതനുസരിച്ചുള്ള നടപടികൾ ഹിന്ദു ഐക്യവേദിയും അതുപോലെ വിശ്വ ഹിന്ദു പരിഷത്തും സ്വീകരിക്കുമെന്ന് പ്രതീക്ഷിക്കാം.